സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിരവിലേക്ക് സ്വാഗതം. നമുക്കറിയാം ദിലീപിന്റെ സിനിമ ഇപ്പൊ ഇറങ്ങിയിട്ട് വലിയ രീതിയിൽ തരംഗമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ സിനിമ അങ്ങനെ തരംഗമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും ഒരുപാട് ആളുകൾ പറയുന്നത് ആ സിനിമ പൊട്ടി എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ശരിക്കും ആ സിനിമ പൊട്ടിയോ? എന്താണ് ആ സിനിമയുടെ അവസ്ഥ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ കണ്ടിട്ടുള്ള എല്ലാ ആളുകളും എൻ്റെ അടുത്ത് പറഞ്ഞത് ആ സിനിമ അടിപൊളി ഒരു സിനിമയാണ്. ദിലീപിന്റെ ഒരു വലിയ തിരിച്ചുവരവ് തന്നെയാണ് ആ സിനിമയിലുള്ളത്. മോഹൻലാലിന്റെയും ദിലീപിന്റെയും ഒക്കെ വലിയൊരു അഴിഞ്ഞാട്ടമാണ് ആ സിനിമയിലുടനീളമുള്ളത്. ദിലീപിന്റെ ഈ പറയുന്ന CID മൂസ അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ, ഈ റൺവേ അങ്ങനെയുള്ള സിനിമകളിലെയൊക്കെ ഡയലോഗുകളും അങ്ങനെയുള്ള സിനിമകളിലെയൊക്കെ പാട്ടുകളും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു അടിപൊളി ഒരു സിനിമയായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കാഴ്ചാനുഭവമായിട്ട് തന്നെയാണ് ഈ പറയുന്ന സിനിമ ഇറക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഞാൻ ഈ സിനിമയെ പറ്റി പറയുമ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുമ്പോഴും കുറേ ആളുകൾ വന്ന് കമൻറ്റ് ബോക്സിൽ മെഴുകുന്നുണ്ട്. അതായത് ദിലീപിനോട് വിരോധമുള്ള ആളുകളാണ് ഈ വന്ന് മെഴുകുന്നതെന്നാണ് എനിക്ക് അറിയാവുന്നത്. അല്ല, ദിലീപിനോട് വിരോധമുള്ള ആളുകളാണ് ഈ വന്ന് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ദിലീപ് എന്ന് പറയുന്നൊരു വ്യക്തി നിയമ സംവിധാന വ്യവസ്ഥയുടെയും നീതിന്യായ വ്യവസ്ഥയുടെയൊക്കെ മുൻപിൽ നിരപരാധിയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ സദാചാര മനോഭാവമുള്ള ആളുകളുടെ മനസ്സിൽ മാത്രം അയാൾ ഒരു കുറ്റവാളിയാണ്, അല്ല അയാളൊരു ഗുണ്ട നേതാവാണെന്നുള്ള രീതിയിലൊക്കെയാണ് വരുന്നത്. അയാളെക്കാളിലും ഏറ്റവും കൂടുതലും കൊള്ളരുതായ്മകൾ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന, ഏറ്റവും കൂടുതലും വൃത്തികേടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ നടന്മാരുണ്ട്. അവർക്ക് ആർക്കുമില്ലാത്ത, അല്ല അവർക്കെതിരെ ആർക്കും ഒന്നും പറയാനില്ലാത്തപ്പോഴും ദിലീപിനെതിരെ പറയാനാണ് ഇവർക്കെല്ലാം വെമ്പല്, അല്ലെ ദിലീപിനെതിരെ പറയാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ആഗ്രഹം. കാരണം ദിലീപിന് തിരിച്ചുവരവ് ഇനി ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അങ്ങനെ ദിലീപിന്റെ ഈ ബബവ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി വലിയ രീതിയിൽ വിജയമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഫെമിനിറ്റിയെ നമുക്കറിയാം. അതിജീവിതയുടെ കൂട്ടുകാരിയാണ്, അല്ല അതിജീവിതയ്ക്കൊപ്പമാണ് ഞാൻ എന്നുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ വന്നു കിടന്ന് മെഴുകലാണ്. നമുക്കറിയാം ഈ വിധി വന്നതിന് ശേഷം അന്ന് തൊട്ട് ഇന്ന് വരെയും ഭയങ്കരമായിട്ടുള്ള രീതിയിലാണ് പുള്ളിക്കാരി മെഴുകുന്നത്. പുള്ളിക്കാരി പറയുന്നത് അതിജീവിതയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്ന കളികളാണ്. അതിജീവിതയുടെ വിഷമമെല്ലാം ഞാൻ കാണാറുണ്ട്. അതിജീവിതയേക്കാൾ വിഷമമാണ് ഈ സ്ത്രീക്ക് എന്നുള്ളതാണ് എനിക്കറിയാവുന്നത്. സത്യം പറഞ്ഞാൽ അതിജീവിതയേക്കാൾ വിഷമമാണ് ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ചേച്ചിക്കുള്ളത്. എന്തൊരു കരച്ചിലും എന്തൊരു മെഴുകലുമാണ് ദിലീപിന്റെ സിനിമ ഇറങ്ങിയ അന്ന് മുതൽ ഇപ്പോഴും ഭയങ്കര രീതി വന്ന് മെഴുകുകയാണ്. ദിലീപിന്റെ സിനിമ വിജയിക്കത്തില്ല, ദിലീപിന്റെ സിനിമ പൊട്ടിപ്പോകും, പെൺകുട്ടിയെ അപമാനിച്ച ഇവന്റെയൊക്കെ സിനിമ എങ്ങനെ വിജയിക്കുമെന്നൊക്കെയാണ് വന്ന് മെഴുകുന്നത്. അപ്പൊ അങ്ങനെ ദിലീപിനെതിരെ വലിയ രീതിയിൽ മെഴുകിക്കൊണ്ടും ദിലീപിനെതിരെ വലിയ രീതിയിൽ ആരോപണങ്ങൾ അയച്ചു വിട്ടുകൊണ്ടും പുള്ളിക്കാരിക്കൊപ്പം മെഴുകാനായിട്ട് ഒരുപാട് ആളുകളുണ്ട്. പുള്ളിക്കാരി പറയുന്നത് ഇങ്ങനെയാണ്: എത്ര പണം ഇറക്കിയിട്ടും ഏട്ടന്റെ സിനിമകൾ രക്ഷപ്പെടുത്താൻ പറ്റിയില്ലല്ലോ എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. മനോരമ ഓൺലൈൻ എന്ന് പറയുന്ന ചാനലിൽ വന്നതാണ്. അപ്പൊ അതിൽ ഒരുപാട് കമന്റുകളുണ്ട്. ആ കമന്റുകളൊക്കെ ഇങ്ങനെയാണ്: ഇവർക്ക് വയ്യേ, മിക്കവാറും ആവറേജ് റിപ്പോർട്ട്സ് വന്ന പടം ഹിറ്റാകും. ഈ സ്ത്രീക്ക് ആണുങ്ങളോട് വെറുപ്പാണ്. എത്ര പണം ഇറക്കിയിട്ടും അവനെതിരെ ക്യാമ്പയിൻ അങ്ങോട്ട് ഏൽക്കുന്നില്ലല്ലോ, വയ്യാത്തോണ്ടാ, ആരും ഒന്നും പറയണ്ട. അതിൽ വേറൊരാൾ പറയുന്ന കമന്റ്: സത്യം, ലാലേട്ടനെ കുത്തി കയറ്റിയിട്ട് പോലും സകല പ്രൊമോഷനും മാസങ്ങൾക്ക് മുൻപ് കൊടുത്തിട്ട് പടം 3G. അത് ഈ വിഷയം കൊണ്ടാണെന്ന് തോന്നുന്നില്ല. ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ ആളുകൾ വാങ്ങില്ല, സിമ്പിൾ. പടം രക്ഷപ്പെട്ടില്ലെന്ന് ഇവളങ്ങ് പറഞ്ഞാൽ മതിയോ? 8-ന് തുടങ്ങിയ കരച്ചിലാണ്. അതിജീവിതയ്ക്കില്ല ഇത്രയും വിഷമം, ഈ തള്ളയ്ക്കാണല്ലോ സൂക്കേട്. ഈ പ്രായത്തിൽ അല്ലെങ്കിൽ ഈ മുതുക്കി എന്നപ്പോൾ തള്ളയ്ക്ക് വൈറലാവാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കാണിക്കുന്നതെന്നൊക്കെയാണ് പലരും പറയുന്നത്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. തള്ളയ്ക്കൊപ്പം അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീക്കൊപ്പം ഒരുപാട് ആളുകൾ ചേർന്ന് നിന്നുകൊണ്ട് കളിക്കുന്ന ഒരു വൃത്തികെട്ട കളികളാണ്. ദിലീപിനെ എങ്ങനെയെങ്കിലും അങ്ങ് ഒതുക്കി കളയാമെന്നുള്ള ഇവരുടെ ചിന്താഗതിക്കൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് കുറെ ആളുകൾ കൂടെ നിൽക്കുന്നു. അങ്ങനത്തെ വൃത്തികെട്ട പരിപാടി നമ്മൾ കാണുന്നത്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇത് സംസാരിക്കുമ്പോൾ എൻ്റെ സൗണ്ട് എന്തോ മറ്റേ ആ ഫസൽ കാരാട്ടില്ല അവൻ്റെ പോലെ ഇരിക്കുന്നതെന്ന്. പനിയായിട്ട് ഒരു വൃത്തികെട്ട പനിയാണ് കേട്ടോ, തൊണ്ടയ്ക്ക് എന്തോ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു പനിയുടെ കൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലാതെ ഫസൽ കാരാട്ടിനെ അനുകരിക്കുന്നൊന്നുമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ വിഷയങ്ങളിൽ ഇപ്പോൾ ശ്രീലക്ഷ്മി അറക്കലെന്ന് പറഞ്ഞൊരു വൃത്തികെട്ടൊരു സാധനം രംഗത്തേക്ക് വന്നിട്ടുണ്ട്. എനിക്കറിയാം ഇവളുടെ മുഖം കാണുന്ന പോലെ നിങ്ങൾക്ക് വെറുപ്പാണെന്നറിയാം, എന്നാലും ആ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കണം. ആ ഒരു വീഡിയോ നിങ്ങൾ കാണണം. ഞാൻ ആ വീഡിയോ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയില്ലെന്ന് പറഞ്ഞല്ലോ. ഓൾറെഡി കുറെ ബൈറ്റ് കൊടുത്തു, അതുകൊണ്ടാണ് കാണില്ല. ഞാൻ ഓൾറെഡി അത് പറഞ്ഞു. ഞാൻ ബൈറ്റ് തരാത്തതിന്റെ കാരണം എനിക്ക് നിങ്ങളുടെ സൈബർ ബുള്ളിങ്ങിനോ പേട്ടന്റെ PR വർക്കിന് പേടിയുള്ളതുകൊണ്ടല്ല. ഞാൻ ഓൾറെഡി അതിന് കുറേ ബൈറ്റ് കൊടുത്തു. ഓൾറെഡി അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. അത് ഇനി എനിക്ക് പറയാനാണ്, അത് മാത്രമേ പറയാനുള്ളൂ, അതുകൊണ്ടാണ്. അയ്യോടാ പാവം, ഐശ്വര്യ റായ് വന്നിട്ട് പറയാണ് പേട്ടന്റെ സിനിമയ്ക്ക് ഞാൻ ഇനിയും പ്രൊമോഷൻ കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പേട്ടന്റെ സിനിമയ്ക്ക് ഒരു പ്രൊമോഷൻ ആവും. എന്തിനാണ് അങ്ങനെ പ്രൊമോഷൻ? നമുക്കറിയാം ഈ ദീപാവലിക്ക് ന്യൂ ഇയറിനൊക്കെ പൊട്ടിക്കുന്ന സാധനമുണ്ട് എന്ന് പറയുന്ന പോലെയാണ് ഇവരെല്ലാവരും, അല്ലെ ഇവരുടെയൊക്കെ ചിന്താഗതി. ദിലീപിന്റെ സിനിമ അങ്ങ് പൊട്ടിച്ചു കളയാന്നുള്ളൊരു ചിന്താഗതി. എന്നിട്ട് അതൊക്കെ പൊട്ടിപ്പോകുന്നത് എങ്ങനെയാണ്? ഇവർ കൊണ്ടുവരുന്ന പടക്കങ്ങളൊക്കെ ചീറ്റിപ്പോവുകയാണ്. വെറുതെ എന്തോ ഒന്നിങ്ങനെ പൊട്ടിച്ച് ഞാനങ്ങ് മറിക്കും, അല്ലെ മലത്തുമെന്നും പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. എല്ലാം ഇടപെടലും തേഞ്ഞൊട്ടിയ ഒരു അവസ്ഥയിലേക്ക് അങ്ങ് പോവുകയാണ്. അതാണ് നമ്മൾ കാണുന്നത്. എന്തൊരു കഷ്ടമാണല്ലേ. ഈ അശ്വന്ത് കൊക്കെന്ന് പറയുന്ന ഒരുത്തനുണ്ട്. ഇവൻ ഏത് സിനിമ ഇറങ്ങിയാലും ഇവന് ഇഷ്ടമല്ല. അവനായിട്ടൊരു സിനിമ ഇറക്കിയെങ്കിൽ മാത്രമേ ഒരു പക്ഷെ അവന് ഇഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ അവനായിട്ടൊരു സിനിമ ഇറക്കുന്നതിൻ്റെ അന്ന്
അവൻ്റെ റിവ്യൂ നമുക്ക് കാണാം. അതായത് അവൻ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് എന്നുള്ളത്. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്ത ഒരാൾ, അവൻ്റെ റിവ്യൂവിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകളും, എന്താണ് അവൻ പറയുന്നത് അവന് പോലും അറിയില്ല, എന്തൊക്കെയോ ഇങ്ങനെ വന്നിരുന്ന് പുലമ്പുന്നുണ്ട്. ഏത് സിനിമയാണ് ഇവന് ഇഷ്ടം വരുന്നത്? എനിക്ക് തോന്നുന്നു മറ്റേ പണ്ടത്തെ ഈ അത്ഭുത ദ്വീപ്, അതുപോലെയുള്ള ഈ ബാറോസ്, അങ്ങനെയൊക്കെയുള്ള പടങ്ങളായിരിക്കും ചിലപ്പോൾ ഇവന് ഇഷ്ടപ്പെടുന്നത് കേട്ടോ. അതിനപ്പുറത്തേക്ക് ഒരു സിനിമ ഇവന് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. അതാണ് ഇവൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. ഞാൻ പിന്നെ സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ കാണാനിടയുണ്ടായി. അതിൽ സീക്രട്ട് ഏജന്റ് വളരെ വ്യക്തമായിട്ടാണ് കാര്യങ്ങളെപ്പറ്റി പറയുന്നത്, വളരെ ക്ലിയർ ആയിട്ടാണ് കാര്യങ്ങളെപ്പറ്റി പറയുന്നത്. എന്താണ് ആ സിനിമ, എങ്ങനെയാണ് ആ സിനിമ, എന്ത് രീതിയിലാണ് ആ സിനിമ എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വ്യക്തമായിട്ടുള്ള റിവ്യൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ അശ്വന്ത് കോക്ക് വന്ന് പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ പുലമ്പുന്നതല്ല ഒരു റിവ്യൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഭാഗ്യലക്ഷ്മിയുടെ പുതിയൊരു രോദനം അല്ലെ ഒരു ബുദ്ധിമുട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മിയെ ആരൊക്കെയോ വിളിച്ചിട്ട് മുഖത്ത് ആസിഡ് ഒഴിക്കും, അപ്പോൾ അങ്ങനെ ഭയപ്പെടുത്തുന്നു എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. അതായത് കേസ് ഇങ്ങനെയാണ്: എൻ്റെ മുഖത്തേക്ക് ഇനിയും ദിലീപിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മുഖത്തേക്ക് ഞങ്ങൾ ആസിഡ് ഒഴിക്കും എന്ന് പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും കോള് വരുന്നു. ഇതെല്ലാം ദിലീപിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ദിലീപ് ചെയ്യിപ്പിച്ചു എന്നാണ് പറയുന്നത്. ആരോ എന്തോ എവിടെയോ കിടന്ന് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതും ദിലീപിന്റെ പേരിലാണ് കുറ്റം. അപ്പൊ നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം. അല്ലല്ല, ഫോൺ കോളിലൂടെയാണ് വന്നത്. 12/7 എനിക്ക് ഈ നമ്പറിൽ നിന്ന് എനിക്ക് കോൾ വന്നത്. അയാൾ വിളിച്ച ഉടനെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കോൾ വരുമെന്ന്. അത് കാരണം ഞാൻ പെട്ടെന്ന് കോൾ വന്നപ്പോൾ എടുത്ത ഉടനെ ഇങ്ങനെ പല്ല് കടിച്ച് പിടിച്ച് ഇങ്ങനെ വളരെ കേട്ടാൽ അറയ്ക്കുന്ന തെറിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ മിണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു. എന്നിട്ട് നീ ചോദിച്ചു, അപ്പോൾ പറഞ്ഞു, നീ ഇനിയും ദിലീപേട്ടനെതിരെ പറയുവോടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പറയും, ഇനിയും പറയും. അപ്പൊ നിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചാൽ നീ എന്ത് ചെയ്യും? നീ ഒഴുക്കി എന്ന് പറഞ്ഞു. പിന്നെ ഞാനങ്ങ് കട്ട് ചെയ്തു, കോളങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ ഒരു കഷ്ടിച്ച് കുറച്ച് സമയമേ സംസാരിച്ചുള്ളൂ. അധികം സംസാരിക്കാനുള്ളൊരു സ്പേസ് 19 സെക്കൻഡേ കോള് പോയുള്ളൂ. പിന്നെ ഞാൻ കട്ട് ചെയ്തു. കാരണം ഇവിടെ പണിക്കാർ നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് തിരിച്ച് തെറി പറയാൻ അറിയാമെയ്യാനിട്ടൊന്നുമല്ല, പക്ഷെ നമ്മുടെ ഒരു സംസ്കാരം അതിന് അനുവദിക്കുന്നില്ല. അപ്പോൾ ഇവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നു, പണിക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് കോള് കട്ട് ചെയ്തു. പക്ഷേ ഇതൊരു പെയ്ഡ് തന്നെയാണ്. ഇതൊരു വേറൊരു വിധത്തിലുള്ള ഒരു കൊട്ടേഷൻ മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മളെ സോഷ്യൽ മീഡിയ വഴി നമ്മളെ കുറേ പേര് തെറി വിളിക്കുന്നു. അതിനു പുറമെ ഇപ്പൊ ഡയറക്റ്റായിട്ട് വിളിച്ചു തുടങ്ങി. തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. ഇപ്പോൾ മറ്റുള്ളവരൊന്നും അയാൾക്കെതിരെ, സിനിമയിലുള്ള ആരും തന്നെ അയാൾക്കെതിരെ സംസാരിക്കുന്നില്ല. സിനിമയിൽ നിന്ന് ഞാൻ മാത്രമാണ് അയാൾക്കെതിരെ സംസാരിക്കുന്നത്. അപ്പോൾ മറ്റാരെയും, സാധാരണക്കാരാണ് അവളോടൊപ്പം നിൽക്കുന്ന മുഴുവനും. അപ്പൊ സാധാരണക്കാരെയൊന്നും വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. കണ്ടില്ലേ, ഇവര് പറഞ്ഞു വരുന്നത് ദിലീപിനെതിരെ സംസാരിച്ചാൽ ദിലീപ് ആളുകളെ വെച്ച് നമുക്കിട്ട് പണിയുമെന്നാണ്. എന്തൊരു കഷ്ടമാണല്ലേ. എന്ത് പറഞ്ഞാലും ദിലീപിന്റെ പേരിലാണ് കുറ്റം, എന്ത് ചെയ്താലും ദിലീപാണ് പ്രശ്നക്കാരൻ. വേറെ ആരും പ്രശ്നമല്ല, ദിലീപാണ് പ്രശ്നം. ദിലീപ് ആളെ വെച്ച് ചെയ്യിപ്പിക്കുന്നു. എന്തിനാണ് ചേച്ചി എന്ത് പറഞ്ഞാലും ദിലീപിന്റെ മെക്കട്ടോട്ട് കയറാൻ പോകുന്നത്? അയാൾ ഇതിനെപ്പറ്റി അറിയുന്ന പോലും ഉണ്ടാവില്ല. അയാൾ അടിച്ച് പൊളിച്ച് സിനിമ വിജയമായി പൊയ്ക്കൊണ്ടിരിക്കുന്നത് കണ്ട് ആസ്വദിക്കുകയാണ്. അതിനിടയ്ക്ക് ചേച്ചിയുടെ ക്രിമിനടിയാണ്. ദിലീപ് ആളെ വെച്ച് ചെയ്യിപ്പിക്കുന്നു. ഇങ്ങനെ പറയുന്നതിൽ കൂടി ചേച്ചിക്ക് എന്താ കിട്ടുന്നത്? അതിജീവിതക്കില്ലാത്ത വിഷമമാണല്ലോ ചേച്ചി നിങ്ങൾക്ക്. എന്തൊരു കഷ്ടമാണല്ലേ. ഇവരൊക്കെ എത്ര കിടന്ന് കരഞ്ഞാലും എത്ര കിടന്ന് മെഴുകിയാലും. വേറെ സ്ത്രീയുണ്ട്, മറ്റേ ബസ്സിൽ ദിലീപിന്റെ സിനിമ ഇട്ടപ്പോൾ ഈ വഷളന്റെ സിനിമ വേണ്ടാന്ന് മകൻ പറഞ്ഞതുകൊണ്ട് നിർത്തിച്ചു എന്ന് പറഞ്ഞൊരു സ്ത്രീ. അപ്പോൾ ആ സ്ത്രീയൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവർക്കൊക്കെ വലിയ രീതിയിൽ ഇനി കുരു പൊട്ടും, വലിയ രീതിയിൽ വിഷമം ഉണ്ടാവും. കാരണം ദിലീപിന്റെ സിനിമ വിജയിക്കാൻ പോവുകയാണ്. ആ സിനിമയിൽ അഴിഞ്ഞാടിക്കൊണ്ടാണ് ലാലേട്ടനും ദിലീപും ഒക്കെ വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ വിജയിക്കാൻ പോകുന്നൊരു സിനിമയെ കാണുമ്പോൾ അതിനെതിരെ സംസാരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ സിനിമ, ദിലീപ് എന്ന് പറയുന്ന വ്യക്തി വളരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിഷമം ഉണ്ടാവും എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. സംസാരിക്കാൻ ഒട്ടും അനുവദിക്കാത്ത തരം ഒരു പനിയാണ്. അപ്പോൾ പുതിയ വിഷയങ്ങളുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. എന്തായാലും ദിലീപിന്റെ സിനിമ നല്ല രീതിയിൽ വിജയിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ആരൊക്കെ എന്ത് നെഗറ്റീവ് ക്യാമ്പയിൻസ് ഉണ്ടാക്കിയാലും ആ സിനിമ വൻ വിജയമായിരിക്കും എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.